السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكل. ഏറ്റവും സ്നേഹവും ബഹുമാനം ആദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളിലായി നിങ്ങളിലേക്ക് ഞാൻ വിഷയങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇന്ന് നിങ്ങളിലേക്ക് പറയാൻ പോകുന്ന വിഷയം, നാം പലപ്പോഴും കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ പേര് വെക്കാറുണ്ട്. പേര് വെക്കുമ്പോൾ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത പേരുകളാണ് പലപ്പോഴും ഇപ്പോൾ വെക്കുന്നത്. പഴയ കാലത്തെ പോലല്ല, ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതനുസരിച്ച് കുട്ടികളുടെ പേരുകളും മാറ്റുകയാണ്. വാസ്തവത്തിൽ ആ പേരിൻ്റെ അർത്ഥം നോക്കിയാൽ വല്ലാത്ത അത്ഭുതപരമായ അർത്ഥമായിരിക്കും, പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അർത്ഥമായിരിക്കും. എന്തൊക്കെയോ പേരുകളാണ് ഇപ്പോൾ മക്കൾക്ക് വെക്കുന്നത്. ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പേരുകൾ വെക്കുമ്പോൾ നല്ല പേരുകൾ വെക്കണം. പേരുകൾ നല്ല പേരായിരിക്കണം. അല്ലാതെ കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന നിലയ്ക്ക് എന്തെങ്കിലും വെച്ചുകൊണ്ട് പേര് വെക്കൽ അല്ല. അതുകൊണ്ട് പേര് വെക്കുമ്പോൾ ഇസ്ലാമികമായി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല പേരുകൾ വെക്കണം. ആ പേരുകൾ വെക്കുന്ന സമയത്ത് ഏതെല്ലാം അറിയാത്ത നിലക്ക് അർത്ഥം മാറിയ നിലക്ക് ഒരു പേരും വെക്കാൻ പാടില്ല. കാരണം നമുക്ക് പേര് വെക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്, പേര് വെക്കൽ ഏറ്റവും ബർക്കത്തുള്ളതും പേര് വെക്കേണ്ടതുമായത് മുൻഗാമികളായ പേരുകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിരുന്നത് മുഹമ്മദ്, അബൂബക്കർ, ഉമർ, അലി, ഉസ്മാൻ, അങ്ങനെ തുടങ്ങി വരുന്ന ഒരുപാട് പേരുകൾ, മറ്റുള്ള ഒരുപാട് പേരുകളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ ആയിഷ, ഫാത്തിമ, മറിയം, സൈനബ, റുക്കിയ, ഇങ്ങനെ തുടങ്ങിയിരുന്ന നല്ല പേരുകളൊക്കെ വെച്ചിരുന്നു പഴയ കാലത്തൊക്കെ. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ കുറേ മുമ്പത്തെ കാലമല്ല പറയുന്നത്, കുറച്ച് ഒരു 5-6 വർഷം മുമ്പ്, 10 വർഷം മുമ്പൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാലം മാറുമ്പോൾ കുട്ടികൾക്ക് പേരുകൾ എന്തൊക്കെയോ വെക്കുകയാണ്. വാസ്തവത്തിൽ പേരുകൾ വെക്കുമ്പോൾ നല്ല പേര് വെക്കണം. ആ പേര് അമ്പിയാക്കളുടെയോ അതുപോലെ തന്നെ മഹാന്മാരുടെ പേര് വെക്കുന്നതുകൊണ്ടൊന്നും തെറ്റാകുന്നില്ല, കറാഹത്വമില്ല. മലക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവാചകരുടെയോ മലക്കിൻ്റെയോ പേര് വെക്കുന്നൊന്നും തെറ്റാകുന്നില്ല, അത് കറാഹത്വമല്ല. പക്ഷെ ഏറ്റവും നല്ല പേരുകൾ വെക്കേണ്ടത് ഉണ്ട്, അത് വെക്കണം. കാരണം പേര് വെക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ അബൂദർദാറിയുള്ളാഹുവിനെ തൊട്ട് കാലകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നക്കും തുദ്ഉന യൗമൽ ഖിയാമത്തി ബി അസ്മായിക്കും വ അസ്മായി ആബായിക്കും, അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പേര് വെക്കണം, കുട്ടികൾക്ക് പേര് വെക്കണം എല്ലാവർക്കും. കാരണം ഇന്നക്കും തുദ്ഉന യൗമൽ ഖിയാമ നാളെത്തുമ്പോൾ അവരെ വിളിക്കപ്പെടും. ഇപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയാൽ ഖിയാമ നടത്തുമ്പോൾ എൻ്റെ ബാപ്പ അവരെ മക്കൾ എന്ന് നിനക്ക് പേര് വിളിക്കും. അപ്പോൾ ബാപ്പൻ്റെ പേര് നല്ല പേരായിരിക്കും, അബൂബക്കർ, മുഹമ്മദ്, അലിയൊക്കെ ആയിരിക്കും. മകൻ്റെ പേര് നോക്കുമ്പോഴോ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പേരുകൾ വെക്കുന്ന കാലഘട്ടം. നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് നമ്മൾ പേര് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പേര് വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആലിമീങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ നല്ല വിവരമുള്ളവരോട് ചോദിക്കാം. അടുത്തുള്ള നല്ല അതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടാകും, സാധാരണക്കാർ, അവരോട് ചോദിക്കാം. അങ്ങനെ നല്ല പേര് വെക്കണം. അല്ലെങ്കിൽ പഴയ ഉമ്മാമാരോട് ഉപ്പാപ്പന്മാരോടൊക്കെ ചോദിക്കാം. ഇത് അവരോടൊന്നും ചോദിക്കൂല. പേര് വെക്കുമ്പോൾ പേരൊട്ടാസ് അവർ രണ്ടാളും കൂടിച്ച് രണ്ടാളെ സ്പെല്ലിങ് തുടക്കത്തിൽ എന്താണോ അതിൻ്റെ തുടക്കത്തിൽ വേറൊരു പേര് വെക്കാം. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം എൻ്റെ പേര് മുഹമ്മദ് ഷാഫിയാണ്, അപ്പോൾ എന്താണ് എസ് എടുക്കും. ഭാര്യൻ്റെ പേര് ഇന്നതാണ്, അപ്പോൾ അവളെ പേര് കൊടുക്കും. എന്നിട്ട് എനിക്ക് ചോദിച്ചെന്താ വേറൊരു പേര് വെച്ച് കൊടുക്കും. മക്കൾക്ക് വെച്ച് നോക്കുമ്പോൾ അർത്ഥം മാറിയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഒന്നുമില്ലായിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ബാസൂരി എന്ന് പറഞ്ഞിട്ട് മൂലക്കുരു എന്ന് പറഞ്ഞിട്ടൊരു പേര് വെച്ചിരുന്നു. അത് ഞാൻ കണ്ടതാണ്. ഏതാവട്ടെ ഒരു രസത്തിന് വേണ്ടി വിട്ടതായെങ്കിലും അത് പേര് കേൾക്കുമ്പോൾ അത് ചിന്തിക്കാനുണ്ട്. ആ പറച്ചിൽ തന്നെ ഒരാൾക്ക് പേര് വെച്ചതുപോലെ ഒരു കുട്ടിക്ക് ബാസൂറ എന്നുള്ള പേര് വെച്ചിട്ടുള്ളൂ. അതിനർത്ഥം നോക്കുമ്പോൾ എന്താ മൂലക്കൂറ് എന്ന് പറയുന്ന പേര് പോലെയല്ല ഉണ്ടാകുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പേര് വെക്കുമ്പോൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക്കും തദ്ഉന
തുദ്ഔന യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നടത്തുന്ന സമയത്ത് അവർ വിളിക്കപ്പെടുന്നത് ബി അസ്മായിക്കും വഅസ്മായിക്കും വഅസ്മായി അബായിക്കും, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ബാപ്പന്മാരുടെ പേരുകൾ നിങ്ങളിൽ വിളിക്കപ്പെടുന്നതാണ്. അപ്പം അങ്ങനെ വിളിക്കുമ്പോൾ നല്ല പേരുകൾ വേണം. അതുകൊണ്ട് ഫഹസിനു അസ്മാക്കും, നിങ്ങളെ പേരുകൾ നിങ്ങൾ നന്നാക്കണം. പേര് എന്തെല്ലാം പേരുകൾ വെക്കാൻ പാടില്ല, നല്ല പേരുകൾ വെക്കണം. ഏറ്റവും നല്ല പേരുകളുണ്ട്. അബ്ദുള്ള നല്ല പേരല്ലേ, അബ്ദുള്ള എന്ന് വെക്കാം, അബ്ദുറഹ്മാൻ എന്ന് വെക്കാം, അതൊക്കെ നല്ല പേരുകളാണ്. നമ്മളതൊന്നും വെക്കാൻ പോകുന്നില്ല. അതുപോലെ മലക്കളുടെ പേര് വെക്കുന്നുണ്ട്, വിരോധമില്ല. പ്രവാചകന്മാരുടെ വെക്കുന്നുണ്ട്, വിരോധമില്ല, കറാഹത്തൊന്നുമില്ല. ഒരാൾക്ക് ഇമാം ഷാഫി അല്ലാഹു എന്ന് പറയാണ്, ഇമാം ഷാഫി അല്ലാഹുവിനെ പ്രതി ഞാൻ എൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരായിരുന്നു എന്ത് മുഹമ്മദ് എന്ന് വെച്ചത്, അതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് എന്ന് ഞാൻ വെച്ചത്. ഇമാം ഷാഫി അല്ലാഹുവിന് പറയാണ്ട്. അങ്ങനെ പിന്നൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾക്ക് 3 മക്കളുണ്ടായി, ഒരാൾക്ക് 3 മക്കൾ ജനിച്ചു. ആ 3 മക്കൾക്കും എന്ത് വെച്ചില്ല, മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടില്ല. 3 മക്കളും ജനിച്ചിട്ട് പേരെന്തല്ലോ പേരാ വെച്ചത് ഹദീസിൽ കാണുന്നുണ്ട്. ഞാൻ നീട്ടി പറയല്ല. 3 മക്കൾ, ചിലർ ഒരു മക്കൾക്ക് പോലും മുഹമ്മദ് എന്ന് പേര് വെക്കാത്ത ആളുണ്ടായിരുന്നു. പേര് വെക്കാതിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ വിവരക്കേടാ കാണിക്കുന്നതെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാം. അവർ വിവരക്കേടാ കാണിച്ചത്. എന്തൊരു മോശമാണ്. 3 കുട്ടികൾ ജനിച്ചിട്ട് 3 കുട്ടി, ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന് പേര് വെച്ചില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് എന്ന് പേര് വെക്കൽ വലിയ കൂലിയുള്ളതാണ്. അബ്ദുള്ള എന്ന് പേര് വെക്കൽ നല്ലതാണ്. അബ്ദുറഹ്മാൻ നല്ല പേരാണ്. ഇതൊന്നും നമ്മൾ വെക്കൂല, നമ്മൾ ഏതെല്ലോ പേര് വെക്കാൻ പോവുകയാണ്. അതുപോലെ പെൺകുട്ടികളെ പേര് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. വേറെന്തെല്ലാം സിനിമാ നടന്മാരെന്തൊക്കെയോ ആയിട്ടുള്ള പേര് വെച്ചുകൊണ്ടുള്ള കാലഘട്ടമാണ്. അതിലൊക്കെ ഒന്നുമ്പോൾ ഇസ്ലാമിലുള്ള നിയമങ്ങളും പരിശുദ്ധ ഇസ്ലാം നാം ജീവിക്കുന്നു എന്ന് കുറേ കാലം നമ്മൾ മരിച്ചു പോകുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ നമ്മൾ നല്ല നല്ല പേര് വെച്ചുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കണം. ആ ചെറിയ മക്കൾ പൈതൽ കുഞ്ഞിൻ്റെ പേര് വെച്ച് പിന്നീട് വലുതാകുമ്പോൾ കുട്ടീൻ്റെ പേര് ഇത് വെച്ചത് വാപ്പയാണെന്ന് പറയുമ്പോൾ ആ പേര് എന്തിനാ വാപ്പനക്ക് വെച്ച് എന്ന് പറഞ്ഞിട്ട് സങ്കടം പിന്നീട് മക്കൾക്ക് തിരിയും. അപ്പോൾ അതൊരു ഖേദം നമുക്കുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നല്ല നല്ല പേരുകൾ വെക്കണം. അബ്ദുറഹ്മാൻ, മുഹമ്മദ് ഒക്കെ നല്ല പേരുകളാണ്, അതൊക്കെ വെക്കണം. അതൊക്കെ നല്ല പേരാണ്. ഇമാം ഷാഫി അല്ലാഹുവിന് പറയും, എൻ്റെ മോനിക്ക് ഏറ്റവും നല്ല പേര് ഞാൻ വെച്ചു എന്ന് പറയില്ലേ, ഏറ്റവും നല്ല പേര് മകനിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ച് ഇമാം ഷാഫി അല്ലാഹുവിന് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ ഏതായാലും നല്ല പേരുകൾ വെക്കണം. അതുകൊണ്ട് പേര് വെക്കുമ്പോൾ മുഹമ്മദ്, അബ്ദുറഹ്മാൻ ഒക്കെ നല്ല നല്ല പേരുകൾ വെച്ചിരിക്കണം. പെൺകുട്ടികളാണ് ആയിഷ, മറിയം, റുഖിയ, സൈനബ തുടങ്ങിയ ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരുകളും അതുപോലെ സഹാബത്തിൻ്റെ ഒരുപാട് സഹാബത്തിൻ്റെയും അവിടെയൊക്കെ പേരുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണ് പൂർവിക മഹാന്മാരൊക്കെ പേര് വെച്ചുകൊണ്ട് നമ്മളെ മക്കളെ വളർത്തണം. നമ്മളത് ഒരു പഴയ പേരാണെന്നൊന്നും പറഞ്ഞു പോകരുത്, പഴയ പേര് വെക്കണ്ട എന്നൊന്നും പറഞ്ഞു പോകരുത്. ആ പേരാണ്, അതിനൊക്കെയാണ് ഇവിടെ ബറക്കത്തും, അതാണ് ഏറ്റവും അംഗീകൃതമായിട്ടുള്ള പേരുകളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.